ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര ബാലകൃഷ്ണൻ. മലപ്പുറം ജില്ലയിലെ താവനൂർ കൃഷി വിജ്ഞാപന കേന്ദ്രത്തിന്റെ SC/SP പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി കർഷകർക്ക് കമ്പോസ്റ്റ് നിർമ്മാണവും ജൈവവള പ്രയോഗവും എന്ന വിഷയത്തിൽ 2025 ജനുവരി 18 ഒരു ദിവസത്തെ സൗജന്യ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിലെ താവനൂർ കൃഷി വിജ്ഞാപന കേന്ദ്രത്തിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 2 വരെയാണ് പരിശീലനം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 2025 ജനുവരി 16 3 മണിക്ക് മുൻപായി 8547193685 എന്ന നമ്പറിൽ ഫോൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ക്ലാസ്സിന് വരുമ്പോൾ ആധാർ കാർഡ്, ജാതി തെളിയിക്കുന്ന രേഖ എന്നിവയുടെ പകർപ്പുകൾ ഹാജരാക്കേണ്ടതാണ്. കുടുപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് 2025 ജനുവരി മാസം 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 042737329118 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണൂത്തിലെ സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസ് വിഭാഗത്തിൽ ജനുവരി 23 കാട വളർത്തൽ ശാസ്ത്രീയ പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ജനുവരി 21 വൈകിട്ട് 5 മണിക്ക് മുമ്പായി 9495333400 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലന ഫീസ് 500 രൂപ. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് 2025 ജനുവരി മാസം 24-25 തീയതികളിൽ ശുദ്ധമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഓരോ ദിവസവും 150 രൂപ ദിനബത്തയും ആകെ 100 രൂപ യാത്രാബത്തയും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പരിശീലനത്തിൽ പങ്കെടുക്കുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 2025 ജനുവരി 23 തീയതിയിൽ വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട ഫോൺ നമ്പർ 0472440911. മേൽവിലാസം ക്ഷീര പരിശീലന കേന്ദ്രം, പൊട്ടക്കുഴി റോഡ്, പട്ടം PO, തിരുവനന്തപുരം. പിൻ നമ്പർ 695004. ഇമെയിൽ പ്രിൻസിപ്പൽ DTC, ഇമെയിൽ ID principaldtctvm@gmail.com. ഇന്നത്തെ കാർഷിക വാർത്തകൾ അവസാനിച്ചു.